ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇവിടെ നമ്മളൊരു പുതിയ ദൗത്യമായിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം എക്സാമുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ ഇങ്ങനെ തുടരെ അല്ലേ, എക്സാമുകൾ നമ്മളിങ്ങനെ തേടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മൾ ഈ സമയത്ത് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട്, കാരണം തുടരെ എക്സാമുകൾ നമുക്കറിയാം. PSC ഈ അടുത്ത സമയത്തായിട്ട് എല്ലാ എക്സാമുകളും 10th ലെവൽ മുതൽ +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ 2 ഘട്ടമാക്കി മാറ്റിയിരിക്കുന്നു. ആദ്യം ഒരു പ്രിലിമിനറി സെക്ഷനും അതിൽ നിന്ന് സെലക്റ്റീവ് ആവുന്നവർക്ക് വേണ്ടി മെയിൻ എക്സാം, ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ 10th ലെവൽ പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഹയർ സെക്കൻഡറി ലെവൽ, അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെ നമ്മളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും ഈ 10th ലെവൽ പ്രിലിമിനറിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇനി വരുന്ന +2 ഡിഗ്രി ലെവൽസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത 1-2 ടോപ്പിക്സ് അതിൽ അധികം വരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കാരണം 10th ലെവൽ പ്രിലിംസിൽ നമ്മൾ ഇംഗ്ലീഷ് കണ്ടില്ല. കാരണം LGS കാര്യം കൂടി അതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അതിൽ നിന്നും ഇംഗ്ലീഷ് ഒഴിവാക്കിയിരുന്നു. പക്ഷേ LDC പോലുള്ള മെയിൻ എക്സാമുകൾക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രിലിംസിലൊന്നും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം PSCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പം ഒരു വലിയ വെല്ലുവിളി കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും കൂടി നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് അല്ലേ. വെല്ലുവിളികൾ വന്നോട്ടെ, വിഷയമല്ല, പക്ഷെ അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാവണം അല്ലേ. കാരണം ഈ ചലഞ്ചസ് എന്ന് പറയുന്നത്, വെല്ലുവിളികൾ എന്ന് പറയുന്നത്, ചലഞ്ചസ് ആർ വാട്ട് മേക്ക് ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഓവർകമ്മിങ് ദം ഈസ് വാട്ട് മേക്സ് ലൈഫ് മീനിങ് എന്ന്. കാരണം വെല്ലുവിളികൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ്, രസകരമാക്കി മാറ്റുന്നതാണ്. പക്ഷേ ആ വെല്ലുവിളികളെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മീനിങ് അർത്ഥപൂർണ്ണമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളികളെല്ലാം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു ജോബാണ് അല്ലേ, ഒരു ഗവൺമെൻറ് ജോബ്. ആ ഒരു ലക്ഷ്യം മുൻനിർത്തി, ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ലക്ഷ്യം നേടിയിട്ടേ നമ്മൾ അവസാനിപ്പിക്കൂ എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പം എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പുതുതായിട്ട് ഇതിലേക്ക് കടന്നു വരുന്ന കുട്ടികളുണ്ട്. കുറേ നാളായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരും ഇതിനകത്തുണ്ട്. അപ്പം തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ വിജയം നേടിയെടുക്കാൻ വെറുതെ ഒന്നും നമുക്ക് സാധിക്കില്ല എന്ന് നമുക്കറിയാം. വെറുതെ അല്ലേ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ മുന്നോട്ട് പോയതുകൊണ്ടോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് നമുക്കറിയാം. അപ്പം ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ജോലി എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതിന് പുറപ്പെട്ടതെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു 3 ഘടകം, ഞാൻ ഈ പറയാൻ പോകുന്നത് 3 കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിച്ചിട്ടോ. തീർച്ചയായിട്ടും ഈ 3 കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും, അതിൽ സംശയമില്ല. അപ്പോൾ ഈ 3 ഘടകം, അതിൽ ഒന്നെന്ന് പറയുന്നത്, നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല, ഒരു ഡിറ്റർമിനേഷനാണ്, ഒരു ഉറച്ച തീരുമാനമാണ്. ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു ഘടകം. കാരണം ഈ ലോകത്ത് ഏതെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരുടെ എല്ലാം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷനാണ്, ഒരു ഉറച്ച തീരുമാനമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ജോലി നേടുക എന്ന ലക്ഷ്യമാണ് അല്ലേ. തീർച്ചയായിട്ടും ആ ജോലി നേടിയെടുക്കുക എന്നുള്ള ആ ഉറച്ച തീരുമാനം, അതാണ് ഡിറ്റർമിനേഷൻ. ആ തീരുമാനത്തിൽ നിന്ന് നമുക്ക് ഒരാൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഉറച്ചെന്ത് ചെയ്യണം. കാരണം പലരും പറയും, കുറേ നാളായിട്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പല ആൾക്കാരും പറയും, ഇനിയൊന്നും അത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ PSC എഴുതുന്നതുകൊണ്ട് വലിയ ഗുണമില്ല എന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും. പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഉറച്ചൊരു തീരുമാനം മനസ്സിലുണ്ടായിരിക്കണം, അതാണ് ഡിറ്റർമിനേഷൻ അല്ലേ. ആ ഉറച്ച തീരുമാനത്തോടൊപ്പം രണ്ടാമത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു ഘടകം ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. വെറുതെ ഡിറ്റർമിനേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല.
കഠിനമായിട്ട് പ്രയത്നിക്കാൻ നമ്മൾ തയ്യാറാവണം. കഠിനമായിട്ട് പ്രയത്നിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ ഒരിക്കലും ഒരു നേട്ടവും നമ്മളെ തേടി എന്ത് ചെയ്യത്തില്ല. നമ്മൾ അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ, എത്രത്തോളം നമ്മൾ പ്രവർത്തിക്കുന്നോ, അതനുസരിച്ചിട്ടാണ് നേട്ടങ്ങൾ നമ്മളെ തേടി എന്ത് ചെയ്യുന്നത് വരുന്നത്. അതുകൊണ്ട് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാവണം. ഇല്ലേ, ഈ ലോകത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ ഹാർഡ് വർക്ക് ഉണ്ട്, കഠിനാധ്വാനമുണ്ട്. ഇല്ലേ, ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പോയിറ്റ് ഉണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ഇല്ലേ, ഈ ലോകത്ത് ഉയരങ്ങളിൽ എത്തിയെന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് എത്തിയിട്ടുള്ളതല്ല. ഈ ഉയരങ്ങളെന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് കീഴടക്കിയിട്ടുള്ളതല്ല. പിന്നെയോ മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും ഉണർന്നിരുന്ന് പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ് എന്തെന്ന് പറയുന്നത് വലിയ വലിയ വിജയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് കഠിനമായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം, ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അപ്പം ഡിറ്റർമിനേഷൻ ഉണ്ടാവണം, അതുപോലെ തന്നെ എന്തും വേണം, ഹാർഡ് വർക്ക്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. പലപ്പോഴും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു, പക്ഷേ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് പറയും പറ്റില്ല പറ്റില്ല. ഇപ്പം ഇംഗ്ലീഷ് തന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ പല സെക്ഷനിലേക്ക് പല ടോപ്പിക്കിലേക്കും വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും, നമുക്കത് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല, പറ്റില്ല എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകും. ആ തോന്നൽ ഒരിക്കലും പാടില്ല, കാരണം അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആത്മവിശ്വാസം ഇല്ലാതാവരുത്. നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം എ ഫേം ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ ഒരു ഉറച്ച വിശ്വാസം കൂടി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഉയർന്ന വിജയം നമുക്ക് നേടാനായിട്ട് സാധിക്കും, അതിൽ സംശയമില്ല. അതിന് ഈ പറഞ്ഞ 3 ഘടകം ഏതൊക്കെയാ? ഡിറ്റർമിനേഷൻ, അതുപോലെ എന്താണ് ഹാർഡ് വർക്ക്, അതുപോലെ എന്താണ് സെൽഫ് കോൺഫിഡൻസ്. ഈ 3 ഘടകങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. അപ്പം നമ്മൾ ഇവിടെ തരുന്ന ഈ PSC എക്സാംസ് ടുഡേ പെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതിലേറ്റവും നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകൾ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് കണ്ട് അതിനാവശ്യമായ നോട്ട്സുകൾ നമ്മൾ എഴുതിയെടുത്ത്, അതുപോലെ അവിടെ വരുന്ന എക്സാമ്പിൾസ്, ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അത് പ്രാക്ടീസ് ചെയ്ത് എക്സാംസ് തരുന്ന അത് കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന എക്സാമിൻ്റെ പ്രിലിമിനറി ആയാലും ഫൈനൽ എക്സാം ആയാലും തീർച്ചയായിട്ടും എഴുതിയെടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ജോലി അത് നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. കാരണം ഇതിൽ പുതുതായിട്ട് എക്സാം എഴുതാൻ വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ടാവാം. അപ്പം ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി, കാരണം പലരുടെയും ഉള്ളിൽ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു വലിയ ഡിഫിക്കൽട്ട്, ഏതാണ്ട് ഒരു വലിയ ബേർഡനാണ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴേ, അല്ലേ? ഈ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ബേർഡനാണ്. എന്നാൽ ഞാൻ പറയുന്നു, നമുക്ക് ഈ പഠിക്കാനുള്ള ടോപ്പിക്സിൽ ഏറ്റവും എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ. പക്ഷേ അതിനെ അടുത്തറിയുന്നവർക്ക് മാത്രമേ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇംഗ്ലീഷ് വലിയൊരു ബേർഡനാണ്, വലിയൊരു ഡിഫിക്കൽട്ടാണെന്നുള്ള ഒരു തോന്നൽ എടുത്തു മാറ്റുക. എന്നിട്ട് അതിനോടൊരു താല്പര്യം, ഇൻട്രസ്റ്റിംഗ് കൊണ്ടുവരിക. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വളരെ എന്തായിട്ട് മാറും, എളുപ്പമുള്ളതായിട്ട് മാറും. അപ്പം +2 ലെവൽ അതിൻ്റെ പ്രിലിംസ് വിളിച്ചു. ആ പ്രിലിംസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, അതുപോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അതിനു വേണ്ടി തയ്യാറെടുക്കണം, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തിലേക്ക് പോകാം? ഈ ടോപ്പിക് അവയർനെസ്സിലേക്ക്. എന്താണ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എത്ര മാർക്കിനാണ് അത് ചോദിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒന്ന് മനസ്സിലിരുത്തുക. എന്നിട്ട് ആ ഉറച്ച തീരുമാനത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുക. തീർച്ചയായിട്ടും വിജയം വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുറപ്പാണ്? വിജയം ഉറപ്പാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അപ്പം നോക്കാം നമുക്ക്. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്, അല്ലേ, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പം +2 ലെവൽ പ്രിലിമിനറിക്ക് നമുക്ക് 20 മാർക്കിനാണ് ഇംഗ്ലീഷ്. എത്ര മാർക്കാണ്? 20 മാർക്സ്. 20 മാർക്സിനാണ് നമുക്ക് എന്ത് ചോദിക്കുന്നത്? ഇംഗ്ലീഷ്. ഇതിനകത്ത് 2 സെക്ഷനാണ്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 2 സെക്ഷനായിട്ടാണ് ചോദിക്കുന്നത്. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമറാണ്, ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമർ സെക്ഷനാണ്. അടുത്തത് വൊക്കാബുലറി സെക്ഷൻ.
ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമർ സെക്ഷൻ, മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് വൊക്കാബുലറി ആണ് അല്ലേ. ഈ ഗ്രാമർ സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 12 മുതൽ 14 മാർക്ക് വരെ, ഒരു ആവറേജ് പറയുകയാണ്. 12-ൽ താഴോട്ട് വരാം, 14-ന് മുകളിലും പോകാം. ഒരു 12 മുതൽ 14 മാർക്ക് വരെ എന്തിനു ചോദിക്കാറുണ്ട്? ഗ്രാമറിന് ചോദിക്കുമ്പോൾ 6 മുതൽ 8 മാർക്ക് വരെ ഇതിനും വരാറുണ്ട് വൊക്കാബുലറി സെക്ഷൻ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആവുന്നത് ഗ്രാമർ സെക്ഷനിലാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതാണ്? ഗ്രാമർ സെക്ഷൻ. മാത്രവുമല്ല, നമ്മൾക്ക് മറ്റുള്ളവരുടെ ഒരു സഹായം ആവശ്യമായിട്ട് വരുന്നതും പഠിക്കാൻ ഒരു സഹായം, ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നതുമായ ഒരു സെക്ഷനാണ് ഏത്? ഗ്രാമർ സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതും ഏത് സെക്ഷനാണ്? ഗ്രാമർ സെക്ഷനാണ്. അപ്പം ഈ ഗ്രാമർ സെക്ഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ, കൃത്യമായിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എന്ന് പറയുന്നത് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 12 മുതൽ 14 മാർക്ക് വരെ ഏതിന് ചോദിക്കാറുണ്ട്? ഗ്രാമർ സെക്ഷന് ചോദിക്കാറുണ്ട്. അതുപോലെ 6 മുതൽ 8 മാർക്ക് വരെ എന്ന് വെച്ചാൽ 14 മാർക്ക് ഗ്രാമർ സെക്ഷൻ ആണെങ്കിൽ 6 മാർക്കോളം എന്ത് കാണത്തുള്ളൂ? വൊക്കാബുലറി. പക്ഷെ 12 മാർക്കിനാണ് ഗ്രാമർ സെക്ഷൻ ആണെങ്കിൽ 8 മാർക്കോളം എന്ത് വരും? നമ്മുടെ വൊക്കാബുലറി സെക്ഷനിൽ വരാറുണ്ട്. അപ്പൊ ആദ്യം ഈ മാർക്കിന്റെ ആ ഒരു ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആവുന്ന എവിടുന്നാണ്? ഗ്രാമർ സെക്ഷനിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. ഇംഗ്ലീഷിന് എന്തൊക്കെയാണ് തന്നിരിക്കുന്ന സിലബസ്? ഒരുവിധം എല്ലാ ടോപ്പിക്സും എന്തിനകത്തുണ്ട്? നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന സിലബസിനകത്തുണ്ട്. എങ്കിലും നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കാം. ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം ഗ്രാമർ സെക്ഷൻ. നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ ഗ്രാമർ സെക്ഷൻ. ഗ്രാമർ സെക്ഷനിൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്. കണ്ടോ? ടൈപ്സ് ഓഫ് സെന്റൻസസ് അല്ലേ. ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം മനസ്സിലാക്കേണ്ടതാണ് സെന്റൻസ്, അതിൻ്റെ കാറ്റഗറീസ്, ഏതൊക്കെ ടൈപ്പിലാണ് സെന്റൻസ് ഉള്ളത്, ആ സെന്റൻസ് ഇന്റർചേഞ്ച് ചെയ്യുന്നത് ഇല്ലേ. സെന്റൻസ് പല കാറ്റഗറി ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ പഠിക്കുകയാണെങ്കിൽ 10 ടൈപ്സോളം എന്തുണ്ട്? സെന്റൻസ്. അത് 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം സെന്റൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കും. അസർട്ടീവ്, ഇന്ററോഗേറ്റീവ്, ഇമ്പരേറ്റീവ്, അങ്ങനെ നമ്മൾ പഠിക്കും. അത് ഇന്റർചേഞ്ച് ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ട് ക്ലോസ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട്. അതായത് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, അങ്ങനെ സെന്റൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്. ദെൻ അത് പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറിലും 1 മാർക്കിന് ചോദിക്കുന്ന ഒരു സെക്ഷന്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 മാർക്കിന് ചോദിക്കുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഇത് സെന്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ അറിയണം. കാരണം ഒരു ലാംഗ്വേജിന്റെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഒരു ലാംഗ്വേജിന്റെ ബേസ് ആണ്, അടിസ്ഥാനമാണെന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് നമ്മൾ ആ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ അതിൽ നൗൺസ് ഉണ്ടാവാം, പ്രൊനൗൺസ് ഉണ്ടാവാം, അഡ്ജക്റ്റീവ് ഉണ്ടാവാം അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ 8ഓളം എന്ത് പഠിക്കണം? പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? പാർട്സ് ഓഫ് സ്പീച്ച് എത്ര എണ്ണമാണ്, അത് ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്ട്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്, അതിനെ നമ്മൾ കോൺകോഡ് എന്ന് പറയും. അതിനെ നമ്മൾ എന്തോ പറയും? കോൺകോഡ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു എക്സാമിന് ചെന്നിരുന്നാലും ഷുവർ ക്വസ്റ്റ്യൻ, 1 മാർക്ക് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ഉറപ്പ് തരിക, 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്. കോൺകോഡ് എന്ന് പറയും. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ഒരു ബേസ് ആണ്, ലാംഗ്വേജിന്റെ ബേസ് ആണ്, പഠിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ്. മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം, പക്ഷേ അശ്രദ്ധ മൂലം എന്ത് നഷ്ടപ്പെടുകയും ചെയ്യും? മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്. അതുപോലെ കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്. കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്, അതായത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ ആഡ്വേർബ്സ് ഉണ്ട്. അപ്പൊ ഇത് ഓപ്ഷനിൽ തരുമ്പോൾ ഇതിൽ ഏതാണ് ചേർക്കേണ്ടെന്നുള്ള സംശയം വരും. അതാണ് ആ ടോപ്പിക്. അതുപോലെ കമ്പാരിസൺ, ഈ 2 ടോപ്പിക്കും കൂടി ചേർത്ത് കണ്ടോ? കൺഫ്യൂസ്, ഈ അഡ്ജക്റ്റീവിന്റെ സെക്ഷൻ പഠിക്കുമ്പോൾ അതിന്റെ കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ്, അതുപോലെ ഡിഗ്രീസ്, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്, അതാണ് ഡിഗ്രീസ്, 3 ഡിഗ്രീസ് അത് ഇന്റർചേഞ്ച് ചെയ്യുന്ന ഈ 2 ടോപ്പിക്കും ചെയ്ത് ഷുവറാ ഒരു ക്വസ്റ്റ്യൻ പല എക്സാമുകൾക്കും, പലതല്ല നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഈ അഡ്ജക്റ്റീവ്സിന്റെ ഡിഗ്രീസും കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സും.
ആ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആഡ്വേർബ്, അതിൻ്റെ പൊസിഷൻ. ആഡ്വേർബ് ഏതൊക്കെ ടൈപ്പിലുള്ള ആഡ്വേർബ് ഉണ്ട്, ആഡ്വേർബിൻ്റെ പൊസിഷൻ. അഡ്ജക്റ്റീവിനും പൊസിഷൻ ഉണ്ട്, അതുപോലെ ആഡ്വേർബിന് എന്തുണ്ട്, തോന്നിയതുപോലെ നമുക്ക് ചേർക്കാൻ പറ്റില്ല, ചേർക്കേണ്ട സ്ഥാനങ്ങളുണ്ട്, അത് പഠിക്കണം. ദെൻ ആർട്ടിക്കിൾസ് ഒരു മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ഒന്നാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ്. ആകെ 3 ഉള്ളൂ, എ ആൻഡ് ദി. അതിൻ്റെ യൂസേജസ്, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ആർട്ടിക്കിൾ വരാത്ത സന്ദർഭം ഏതാണെന്ന് പഠിക്കുക. തീർച്ചയായിട്ടും ഒരു മാർക്ക് കിട്ടുന്നത് ആർട്ടിക്കിൾസ്. അതുപോലെ യൂസ് ഓഫ് ഓക്സിലറി വേർബ്സ്. നമുക്കറിയാം, നമുക്ക് വേർബ്സിൽ മെയിൻ വേർബ്സും ഉണ്ട്, ഓക്സിലറി വേർബ്സും ഉണ്ട്. ഈ ഓക്സിലറി വേർബ്സിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, പ്രൈമറി ഓക്സിലറീസും ഉണ്ട്, മോഡൽസും ഉണ്ട്. അപ്പോൾ ഈ പ്രൈമറി ഓക്സിലറീസിൻ്റെയും മോഡൽസിൻ്റെയും യൂസേജ് ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ്, ഷുവർ ഒരു മാർക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഇത് ക്വസ്റ്റ്യൻ ടാഗ്. അത്ര വലിയ ഒരു ടോപ്പിക്കൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് പഠിച്ച് ഇരുത്തി നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൻഡിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്യും, അതാണെന്ന് പറയുന്നത് ടാഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ്. ഏതാണ് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ്? ഇൻഫിനിറ്റ് അതായത് വേർബിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെയിൻ വേർബും ഓക്സിലറി വേർബ്. അതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് വേർബ്. അതിൽ ആ നോൺ ഫൈനൈറ്റ് വേർബിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഏതൊക്കെയാ, ജെറണ്ട്, ഇൻഫിനിറ്റീവ്, അതുപോലെ പാർട്ടിസിപ്പിൾസ്. അപ്പോൾ അതിൽ ഇൻഫിനിറ്റീവും ജെറണ്ടും പഠിക്കണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ ടെൻസ്, ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബേർഡൻ അല്ലേ. കാരണം തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കേണ്ട, അറിയേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ടെൻസ്. കാരണം ടെൻസ് പഠിച്ചാൽ മാത്രമേ കുറച്ച് ടോപ്പിക്ക്, ടെൻസിനെ ബേസ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് നമുക്ക് വളരെ എളുപ്പമാവത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള ടോപ്പിക്സ് എളുപ്പമാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്തറിയണം, ടെൻസ് നമ്മൾ അറിയണം. 12 ടെൻസ് നമുക്കറിയാം, വി ഹാവ് ടോട്ടലി 12 ടെൻസസ്. ഈ 12 ടെൻസ്, അതിൻ്റെ സന്ദർഭങ്ങൾ, അത് യൂസ് ചെയ്യുന്ന, അത് എഴുതുന്ന സ്ട്രക്ചർ, അത് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ അല്ലേ, അത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഉണ്ടോ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ്. അത് ടെൻസ് പഠിച്ചാൽ മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഏതാ, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ നമ്മൾ ഇതൊരു പുതിയ ടോപ്പിക്കായിട്ട് തോന്നും. വേറൊന്നുമല്ല, കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും, അതാണ് കണ്ടീഷണൽ സെൻറ്റൻസസ്. ദെൻ പ്രിപ്പോസിഷൻ, ഇത് ഒരു അപ്പോൾ ഈ ടെൻസും കണ്ടീഷണൽ ക്ലോസും ഇമ്പോർട്ടൻ്റ്, എല്ലാ പരീക്ഷകൾക്കും എന്ത് ചോദിക്കുന്നതാ, ക്വസ്റ്റ്യൻസ് വരുന്നതാ, ഷുവറാണ്. അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ. ഈ പ്രിപ്പോസിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിക്കിൾ പഠിക്കുന്ന അത്ര എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഉണ്ട്, സംഭവം എളുപ്പമാണ്, പക്ഷെ ഒരുപാടുണ്ട്. കാരണം ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻ പഠിക്കുന്നത്. കുറേ പ്രിപ്പോസിഷൻസ് ആൻഡ് ദെയർ യൂസേജസ്, അതും അതിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ പഠിക്കും. അതിൻ്റെ കൂടെ തന്നെ വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷൻസ് ഉണ്ട് അല്ലേ, ഫോണ്ട് ഓഫ് അല്ലേ, അതുപോലെ അക്യൂസ് ഓഫ്, ഇതിനൊക്കെ നമ്മൾ എഗ്രി വിത്ത്, എഗ്രി ടു. അപ്പോൾ ഇതൊക്കെ ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻസ്. ഇതാണ് വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷൻസ്. അതും കൂടി പഠിച്ചാൽ മാത്രം ഈ 2 സെക്ഷനും, അതായത് പ്രിപ്പോസിഷൻസ് ആൻഡ് ദെയർ യൂസേജസ്, പ്രിപ്പോസിഷൻസും അതിൻ്റെ യൂസേജസും പഠിക്കണം. അതിനോടൊപ്പം തന്നെ വേർഡ്സ് ഫോളോയിങ് പ്രിപ്പോസിഷൻസ്, ഇത് 2ഉം കൂടി പഠിക്കുമ്പോൾ മാത്രമേ അവിടെ എന്ത് ഫിനിഷ്ഡ് ആവും, ആ ടോപ്പിക്ക് നമുക്ക് ഫിനിഷ്ഡ് ആവും. അതുപോലെ തന്നെ യൂസസ് ഓഫ് കോറിലേറ്റീവ്സ്, കോറിലേറ്റീവായിട്ട് വരുന്ന ഒരുപാട് ഘടകങ്ങൾ, ഇപ്പോൾ നോ സൂണർ ദാൻ അല്ലേ, ഹാർലി സ്കേർട്സ്ലി ഹാഡ് വെൻ, അങ്ങനെ വരുന്ന അതാണ് കോറിലേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂസേജസ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊരു എക്സാമിനും 1 മാർക്കിന് ചോദിക്കുന്നതാണ്. പക്ഷേ ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് പഠിക്കാം, ടെൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ടെൻസിൻ്റെ ബേസ് ഉള്ള ഒരാളാണെങ്കിൽ ആ ടോപ്പിക്ക്. അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന ആക്റ്റീവ് ആൻഡ് പാസീവ്, 1 മാർക്കിന് ഉറപ്പായിട്ടും വരുന്നത്. അപ്പോൾ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ്, ആക്റ്റീവും പാസീവും പഠിക്കും, അത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ ചോദിക്കും. അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഇത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് തെറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ ടെൻസ് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടോ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്. അത് ഏത് ടോപ്പിക്കിൽ നിന്ന് പറയാൻ പറ്റും, നമ്മൾ ഈ പഠിച്ച ടോപ്പിക്സിൽ നിന്നെല്ലാം വെച്ചുകൊണ്ട് സെൻറ്റൻസ് എറർ കണ്ടുപിടിക്കും. അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ട് സ്ലാഷ് ഇടും, ഒരു സെൻറ്റൻസ് തന്നിട്ട് സ്ലാഷ് ഇട്ട് തരും. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, തെറ്റെവിടാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എറർ കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, കോൺകോഡ് എറർ കണ്ടുപിടിക്കാൻ ചോദിക്കും.
പ്രിപ്പോസിഷൻ്റെ സെക്ഷൻസ് ചോദിക്കും, കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ്, അതുപോലെ ഡിഗ്രീസ് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്, അതുപോലെ ടെൻസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ എന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും, എറർ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ 17 നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ ടോപ്പിക്സ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാടുണ്ട്, ഇല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തന്നിരിക്കുന്ന. അത് നമ്മൾ ആ ടോപ്പിക്കിന് അതിൻ്റെ സീരിയസ്നെസ്സിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമുക്കിത് എന്തായിട്ട് മാറും, എളുപ്പമായിട്ട് മാറും, യാതൊരു സംശയമില്ല. ഇതിൻ്റെ കൂടെ വൊക്കാബുലറി സെക്ഷൻ തന്നിട്ടുണ്ട്. ഏതാണ് വൊക്കാബുലറി സെക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് എലമെൻറ്റ്സ്. അതിൽ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നൗണുമായിട്ട് ബന്ധപ്പെട്ട, അല്ലേ, നൗൺസിന് സിംഗുലർ പ്ലൂറൽ ഉണ്ട്, സിംഗുലർ പ്ലൂറൽ അത് നമ്മൾ പഠിക്കണം. നൗൺസിൻ്റെ സിംഗുലർ പ്ലൂറൽ പല കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ചേഞ്ചസ് ഓഫ് ജെൻഡറിൽ വരുന്ന ചേഞ്ച്, അല്ലേ, മാസ്കുലിൻ ഫെമിനിയൻ, അല്ലേ, ഓരോ നൗൺസിന് എന്തുണ്ട്, മാസ്കുലിൻ ജെൻഡർ ഫെമിനിയൻ ജെൻഡർ എന്നുള്ള വേർതിരിവുണ്ട്. അതുപോലെ തന്നെ കളക്റ്റീവ് നൗൺസ് അല്ലെങ്കിൽ കളക്ഷനെ കാണിക്കുന്ന ടേംസ്, അല്ലേ, ഇപ്പം ബെഞ്ച് ഓഫ് കീസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് കീസിൻ്റെ ബെഞ്ച്, ആ ഗ്രൂപ്പിനെ കാണിക്കുന്നത്, ഇതുപോലുള്ള കളക്റ്റീവ് നൗൺസ് അത് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ടോപ്പിക്കിനെ പറ്റി ഒരു അവയർനെസ്, ബോധം നൽകുക. ദെൻ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ്, മറ്റു വാക്കുകളിൽ നിന്ന് വേർഡ്സ് ഉണ്ടാക്കുക. അതിനോടൊപ്പം തന്നെ യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, സഫിക്സും പ്രിഫിക്സും ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും, അല്ലേ. ഇപ്പോൾ ഒരു വേർഡ്, ആ വേർഡിൻ്റെ ബിഗിനിങ്ങിൽ ഒരു സിലബിൾ ആഡ് ചെയ്യും, അത് പ്രിഫിക്സ്. അതുപോലെ തന്നെ എൻഡിലൊരു വേർഡ്, ഒരു സിലബിൾ നമ്മൾ ആഡ് ചെയ്യും, അത് സഫിക്സ്. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് ചോദിക്കും. അതുപോലെ കോമ്പൗണ്ട് വേർഡ്സ്, നമ്മൾ സെൻറ്റൻസുകളെ തിരിക്കുന്ന പോലെ തന്നെ വേർഡ്സിനെ നമുക്ക് തിരിക്കാം. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് എന്ന് പറഞ്ഞ വേർഡ്സ് ഉണ്ട്. അതിൽ കോമ്പൗണ്ട് വേർഡ്സിനെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം, കോമ്പൗണ്ട് വേർഡ്സ്. അതുപോലെ തന്നെ സിനോണിംസ്, ആനോണിംസ്. ഉറപ്പാണ് ഏതൊരു പരീക്ഷയ്ക്കും ഓരോ മാർക്കിന് ചോദിക്കുന്നതാണ് എന്ന് പറയുന്നത് സിനോണിംസ് എന്നും ഉണ്ടാവും, ആനോണിംസും തീർച്ചയായിട്ടും ഉണ്ടാകും. 1-2 മാർക്ക് അവിടെ ഉറപ്പാണ്, അത് ചോദിക്കാതിരിക്കത്തില്ല. അതുപോലെ തന്നെ ഫ്രൈസൽ വേർബ്സ്, അതായത് ഇംഗ്ലീഷ് ഫ്രൈസസ്, അല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഫ്രൈസസ് ഉണ്ട്, അല്ലേ. നമുക്ക് തന്നെ അറിയാം, പുട്ട് ഓൺ, ഗെറ്റ് ഓഫ്, ഗോ ഓൺ, അല്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രൈസസ്, ഇതാണ് ഫ്രൈസൽ വേർബ്സ്. അതുപോലെ അത് ഇംഗ്ലീഷ് ഫ്രൈസസ്. അതുപോലെ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ്, അതായത് മറ്റു ഭാഷകളിൽ നിന്നും മറ്റു ലാംഗ്വേജിൽ നിന്നും നമ്മൾ ഇംഗ്ലീഷിലേക്ക് കടമെടുത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന മറ്റു ഭാഷകളിൽ ഒരുപാട് എന്തുണ്ട്, വേർഡ്സ് ഉണ്ട്, അല്ലേ. അതാണ് ഫോറിൻ ഫ്രൈസസ്. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വിദേശ ഭാഷകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ഫ്രൈസസ് ഉണ്ട്, അതുപോലെ തന്നെ വേർഡ്സ് ഉണ്ട്, അല്ലേ. ഇപ്പോൾ ആബ് ഇനിഷ്യോ, ഓൾട്ടർ ഈഗോ, അല്ലേ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഫ്രൈസസ്, അതാണ് ഫോറിൻ ഫ്രൈസസ്, അത് ചോദിക്കും. അപ്പം ഇംഗ്ലീഷ് ഫ്രൈസസും ഫോറിൻ ഫ്രൈസസും ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലേ, പല എക്സാമുകൾക്കും കാണുന്നതാണ് വൺ വേർഡ്, ഒറ്റപ്പദം, അല്ലേ. ഒരു നീണ്ട സെക്ഷൻ തന്ന് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനെ പറ്റി വൺ വേർഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പല എക്സാമുകൾക്കും എന്ത് ചെയ്യുന്നതാ, ചോദിക്കുന്നതാ. ഇതെല്ലാം നമ്മളിവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ദെൻ വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന കൺഫ്യൂസിങ് വേർഡ്സ് ഉണ്ട്. കൺഫ്യൂസിങ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉച്ചാരണത്തിലോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് ഒക്കെ ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ നമ്മൾ തോന്നും, അല്ലെങ്കിൽ ഒരു ലെറ്ററിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് പലപ്പോഴും എന്തുണ്ടാക്കും, കൺഫ്യൂഷൻ ഉണ്ടാക്കും, അല്ലേ. ഇപ്പം അഫക്റ്റ്, ഇഫക്റ്റ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തുണ്ടാക്കും, കൺഫ്യൂസ്ഡ് ആവും. അതുപോലെ അസെൻറ്റ് 2 എണ്ണം ഉണ്ട്, അല്ലേ, ACENT, അതുപോലെ CND, അങ്ങനെ 2. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്താവും, കൺഫ്യൂസ്ഡ് ആവും. അതാണെന്ന് പറയുന്നത് കൺഫ്യൂസിങ് വേർഡ്സ്. അതുപോലെ സ്പെല്ലിംഗ് ടെസ്റ്റ്, അല്ലേ. ഇപ്പോൾ ഒരു വേർഡ് 4 സ്പെല്ലിങ്ങിൽ തരും. ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സെക്ഷനാണ്. നമുക്ക് അറിയാവുന്ന സ്പെല്ലിംഗ് ആണെങ്കിൽ പോലും ഓപ്ഷനിൽ 4 എണ്ണം സ്പെല്ലിംഗ് തെറ്റിച്ച് വരുമ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഏതാണ് സംശയം നമുക്ക് തോന്നും. അല്ലെങ്കിൽ 4 ഡിഫറൻറ്റ് വേർഡ്, അതിലൊരു വേർഡ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കും, ബാക്കിയുള്ളതിൻ്റെ സ്പെല്ലിങ്ങിൽ എന്ത് കാണും, വ്യത്യാസം കാണും. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം. ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം വേർഡ്സ് നമ്മൾ അറിയണ്ടേ, ഇംഗ്ലീഷിലെ വേർഡ്സും അതിൻ്റെ സ്പെല്ലിങ്ങും കറക്റ്റായിട്ട് അറിയണമല്ലോ. അപ്പോൾ ആ സ്പെല്ലിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇഡിയംസ് ആൻഡ് ദിയർ മീനിങ്, ഇംഗ്ലീഷിൽ ഒരുപാട് ശൈലികൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷിൽ ഒരുപാട് എന്ത് യൂസ് ചെയ്യാറുണ്ട്, ശൈലികൾ, അല്ലേ. ആഡ് ഫ്യൂൽ ടു ഫയർ നമ്മൾ പറയാറില്ലേ, ആഡ് ഫ്യൂൽ ടു, എരുതിയിൽ എണ്ണ ഒഴിക്കാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അറ്റ് 6s and 7s ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ. ബേൺ ഓഫ് കണ്ടൻഷൻ, അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അക്കിലസ് ഹീൽ, ഇതൊക്കെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ശൈലികളാണ്. അപ്പോൾ ഈ ശൈലികൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, കാരണം ഡേ ടു ഡേ ലൈഫിൽ കോൺവെർസേഷനിൽ പലപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ശൈലികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ശൈലികളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ദെൻ അവസാനമായിട്ട് ട്രാൻസിഷൻ ഓഫ്
സെൻറ്റൻസ് ഓർ പ്രോവേബ് ഇൻ ടു മലയാളം. ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് തന്ന് അല്ലെങ്കിൽ ഒരു പ്രോവേബ് തന്നിട്ട് അതിൻ്റെ കറക്റ്റ് എന്ത് കണ്ടുപിടിക്കാൻ മലയാളം. അതുപോലെ മലയാളം സെക്ഷനിൽ തിരിച്ച് ചോദിക്കും, മലയാളം തന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ കറക്റ്റ് ഇംഗ്ലീഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും ചോദിക്കും. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം അറിയണം. അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്കുള്ള സിലബസ്. അപ്പം ഓർക്കുക, നമുക്കുള്ള സിലബസിന് രണ്ടായിട്ട്, ഇംഗ്ലീഷിന് എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് അല്ലേ. ഗ്രാമർ സെക്ഷനുമുണ്ട്, വൊക്കാബുലറി സെക്ഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്കുള്ള ഗ്രാമർ സെക്ഷൻ അല്ലേ. ഗ്രാമർ സെക്ഷനിൽ 12 മുതൽ 14 മാർക്കോളം വരെ എന്ത് ചെയ്യാം ചോദിക്കാം. ചില എക്സാമുകൾക്ക് 15ഓളം മാർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം ചില ടോപ്പിക്കൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൺകോർഡ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ഒരു എക്സാമിന് 3 ക്വസ്റ്റ്യൻ വരെ അതിനകത്ത് എന്ത് ചെയ്തു ചോദിച്ചു. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് അത്രത്തോളം 3 മാർക്ക് അവിടെ എന്ത് ചെയ്യാം സ്കോർ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ വൊക്കാബുലറി സെക്ഷൻ 6-8 മാർക്കോളം എന്ത് ചോദിക്കാം വൊക്കാബുലറി സെക്ഷൻ. അപ്പോൾ 2 സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ ഗ്രാമർ സെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് തെറ്റാതെ ആൻസർ ചെയ്യാൻ എന്ത് ചെയ്യും സാധിക്കും. പക്ഷേ വൊക്കാബുലറി സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം സിനോണിംസ് ആനോണിംസ് നമ്മൾ മാക്സിമം പഠിക്കും. ഇനി ഒരു പുതിയൊരു വേർഡാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അതേ ഉള്ളൂ. അപ്പോൾ 2 സെക്ഷനും അതിൻ്റെ പ്രാധാന്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പം സിലബസ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്തു ഒന്ന് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന 20 മാർക്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 15-16 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം. കാരണം റാങ്ക് തീരുമാനിക്കുന്ന ഒരു സെക്ഷനാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഇംഗ്ലീഷിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യത്തില്ല ആൻസർ ചെയ്യത്തില്ല. അപ്പം നന്നായിട്ട് നല്ല രീതിയിൽ വളരെ എന്താ പറയുക സമയമെടുത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാളിനെ സംബന്ധിച്ചോളം മാത്രമേ അവനൊരു 17-18 മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂ സ്കോർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ എവിടെയെങ്കിലും മറ്റോ മൂലയൊക്കെ നോക്കിയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല പറ്റത്തില്ല. അപ്പോൾ അവിടെ റാങ്ക് തീരുമാനിക്കുന്ന ഒരു സെക്ഷനായിട്ട് ആര് മാറും ഇംഗ്ലീഷ്. ചിലപ്പോൾ ഒരു 12-13 മാർക്ക് വരെ കോമൺലി ഏകദേശം കുറേ പേര് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ ആ മാർക്ക് നമ്മുടെ റാങ്ക് എന്ത് ചെയ്യും തീരുമാനിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു 15-16 മാർക്ക്, 20 മാർക്കും മേടിക്കാൻ പറ്റില്ല. അത് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് നമുക്കെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം.